ഈ ദൃശ്യാവിഷ്കാരം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും മക്കളുടെ അമിതമായ പിതൃസ്നേഹമാണെന്ന്. ഓലക്കേട മൂട്. എന്നാൽ ഇത് അതല്ല. ഇതാണ് ഭാർഗവി നിലയം തറവാട്ടിലെ ഭാർഗവൻ പിള്ള. പിള്ളയ്ക്ക് 2 ഭാര്യമാരിൽ 2 മക്കളാണ് ഉള്ളത്. ഒന്ന് സാബുവും ഒന്ന് ദീപുവും. ഇന്ന് ഇവിടെ ഒരു വിശേഷ ദിവസമാണ്. സ്വത്ത് ഭാഗം വയ്ക്കൽ. ശേഷം സ്ക്രീനിൽ പിന്നെ ദൈവത്തെ ഓർത്ത് ആരും TV ചവിട്ടി പൊട്ടിക്കരുതേ. മനെ സാബുവേ ദീപുവേ തിരിഞ്ഞുപോയി. നിന്റെയൊക്കെ തലയില്ലയോ? അല്ല, പേര് തിരിഞ്ഞു പോയത്. മോനെ മക്കളെ, ഓ എടാ അച്ഛൻ ഇന്നോ നാളെയോ ഒന്നും പറഞ്ഞങ്ങ് ഇരിക്കുവാ. ഓടേ, ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് 12 വർഷമായി. ഇതുവരെ ഞാനൊന്നും കണ്ടിട്ടില്ല. അതല്ലെന്ന്, നിന്റെയൊക്കെ അമ്മമാരുള്ളപ്പോഴേ അച്ഛൻ കെട്ടിപ്പിടിച്ചതാ. കെട്ടിപ്പിടിച്ച അല്ല, വെട്ടിപ്പിടിച്ചെടുത്ത സ്വത്തുകളായതൊക്കെ. അതുകൊണ്ട് അപ്പൻ ഇതും കൊണ്ട് എങ്ങും പോകുന്നില്ല. എടാ മക്കളെ, നിനക്ക് മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയെ കുറിച്ച് അറിയാമോ? നിനക്ക് വല്ല അറിയാടാ? എനിക്കറിയത്തില്ല. ഞാൻ കേട്ടിട്ട് പോലും ഇല്ല. എടോ, ഭയങ്കര സ്വത്തുക്കളൊക്കെ ഉള്ള ഒരു മനുഷ്യനായിരുന്നോ. അദ്ദേഹം മരിച്ചപ്പോ ഉണ്ടല്ലോ, ശവമഞ്ചലെ കൊണ്ടുപോയ എങ്ങനെയാണെന്നറിയോ? ശവം ഇങ്ങനെ ഇട്ടൊരു കൈ ഇങ്ങനെ വെച്ചോണ്ടാവോ എല്ലാരും കണ്ടോട്ടെന്നും പറഞ്ഞു. എന്തിനാന്നറിയാമോ? ഉൾക്കൈ ഷട്ടിൽ ബട്ടൺ ഷർട്ട് കാണിക്കാൻ പറ്റിയ. എടാ അതല്ലെന്ന്. എടാ, ഞാൻ വന്നപ്പോഴും ഒന്നും കൊണ്ടുവന്നില്ല, പോകുമ്പോഴും ഒന്നും കൊണ്ടുപോകുന്നില്ല എന്ന് കാണിക്കാൻ. അതുപോലെ ഞാനും ഇതൊന്നും കൊണ്ടുപോകുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ സ്വത്തുക്കളൊക്കെ അങ്ങ് ഭാഗം വെക്കാൻ തീരുമാനിച്ചു. അച്ഛന്റെ മോൻ ഒരിക്കലും അച്ഛന്റെ സ്വത്തിന് വേണ്ടി ആഗ്രഹിച്ചിട്ടില്ല. അച്ഛന്റെ സ്നേഹം മാത്രമേ മോൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. എനിക്ക് അച്ഛന്റെ സ്വത്ത് തരില്ല. സ്വത്ത് തരില്ല. എടാ മോനെ, നീ നടക്കടാ. നിനക്ക് അഭിനയിക്കാൻ ഞാൻ അവസരം തരാം. തരാം. അച്ഛാ, അവൻ ചിലപ്പോ അഭിനയിക്കുമായിരിക്കും. പക്ഷെ അച്ഛന്റെ ഈ മോൻ അങ്ങനെയല്ല. അച്ഛനറിയാവോ, ഈ പെഴുമഴയത്തും റോഡ് ക്രോസ് ചെയ്ത് കടയിൽ പോയി മുദ്രപത്രം മേടിച്ചോണ്ട് അച്ഛനറിയാതെ ഇവിടെ വന്നപ്പോ പോലും സ്വത്തിന്റെ കാര്യം എന്റെ മനസ്സിൽ പോലും ഇല്ല. എന്റെ അച്ഛനാണ് സത്യം. അച്ഛാ എടാ മോനെ, എനിക്ക് ഈ വീതം വെപ്പ് നടക്കുമ്പോഴെങ്കിലും ഉയരോടൊന്നിരിക്കണം. കൈയെടുക്കണം. ഈടാ മക്കളെ, എന്നാലും എനിക്കൊരു പേടി. എന്തോ അച്ഛാ? കാരണേ, നിങ്ങൾ ഈ സ്വത്തൊക്കെ എഴുതി വാങ്ങിച്ചു കഴിഞ്ഞേ എന്നെ വല്ല അനാഥാലയത്തിലും കൊണ്ടിടുമോന്നൊരു പേടി. കൊള്ളാം. ഭാഗം വെപ്പ് കഴിഞ്ഞ് സ്വന്തം തന്തേനെ വൈക്കത്തമ്പലത്തിൽ കണ്ണു കെട്ടിക്കൊണ്ട് ഇറക്കി വിട്ട ടീമിനാണ് പേടി. എനിക്കറിയാൻ പാടില്ല ഇതിനകത്ത് എന്ത് ലോജിക്കാന്ന്. അച്ഛൻ പേടിക്കണ്ട. എന്റെ മരണം വരെ അച്ഛന്റെ കൂടെ ഞാനുണ്ടാവും. ഞാനുണ്ടാവും. അച്ഛൻ അവനെ വിശ്വസിക്കില്ല. അവൻ നിങ്ങളെ വെറുതെ സോപ്പിടുന്ന. പോരാ അവിടുന്ന്. എടാ, എന്റെ അച്ഛൻ ആദ്യം കല്യാണം കഴിച്ചത് എന്റെ അമ്മേനെയാ. അതിലുണ്ടായ മോനാണ് ഞാൻ. അപ്പൊ ഞാൻ കഴിഞ്ഞിട്ടാ നീ ഉള്ളു. അതെങ്ങനെയാണ് കണക്ക് ശരിയാവുന്നത്? എന്റെ അച്ഛന്റെ 2ാമത്തെ ഭാര്യയാണ് എന്റെ അമ്മ. അപ്പോൾ നിന്റെ അമ്മ 1ാമത്തെ ഭാര്യ ആയത് എന്റെ അമ്മ 2ാമത്തെ ഭാര്യ ആയതുകൊണ്ടാണ്. അപ്പോൾ എന്റെ അമ്മ 2ാമത്തെ ഭാര്യ ആയതുകൊണ്ടല്ല നിന്റെ അമ്മ 1ാമത്തെ ഭാര്യ. അപ്പൊ പറഞ്ഞു നിന്റെ അമ്മ വെറും ഭാര്യ. എന്തുകൊണ്ടാണ് എന്തൊക്കെയാണ് എന്റെ അമ്മയാണ് 2ാമത്തെ ഭാര്യ. അതുകൊണ്ട് നീയും നിന്റെ അമ്മയും കമ്മിറ്റ്മെന്റ് കാണിക്കേണ്ടത് എന്റെ അമ്മയോടാണ്. ദൈവമേ, ഇവൻ ഈ സ്റ്റോറി ഏത് റൂട്ടിലോട്ടൊക്കെ ഏതൊക്കെ റൂട്ടിൽ പോയാലും ഞാൻ ഈ സ്വത്തിന് വേണ്ടി ഒരു പ്രാന്തനെ പോലെ കിടന്നല്ലേ. കട്ടി എന്ത് ആ പോലെ എന്നുള്ള കട്ടി പ്രാന്തൻ. അത് മതി. എന്നെ പ്രാന്താന്ന് വിളിച്ച അച്ഛാ 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 വിളിച്ചേ. ആ നാക്ക് വായിലുണ്ട്. ഞാൻ അനങ്ങാ എന്നപ്പോ വിചാരിച്ച ആ നാക്ക് താഴോട്ട് ഇറങ്ങി. നിർത്തി. എന്തോ ആലപ്പുറം ബഹളമാണ്. 2 കുളിക്കുന്ന എപ്പോഴും വഴക്കും ബഹളമാണ്. സഹോദരന്മാരായാലും ഇങ്ങനല്ല. ഞാനും എന്റെ സഹോദരന്മാരും ഒക്കെ ഉണ്ടല്ലോ, ഒരു കുടുംബം പോലെയാണ് ഞങ്ങൾ ജീവിച്ചത്. ഒരു കുടുംബം പോലെ. അറിയാമോ നിങ്ങൾക്ക്? അച്ഛന്റെ കുടുംബത്തിൽ അച്ഛൻ എത്ര സഹോദരന്മാരുണ്ടായിരുന്നു? 15 പേരുണ്ടായിരുന്നു. അപ്പൊ അത് കുടുംബമല്ല, പിന്നെ സ്കൂള്. അഹങ്കാരം. നീ എന്തിനാണ് അപ്പച്ചമ്മ കരയുന്നേ? അച്ഛൻ എന്നെ തല്ലി പല്ലുവേനെടുക്കുന്നു. വാ കാണിച്ചേ. അച്ചപ്പം, മുറുക്ക്, ബോണ്ടയുടെ അറ്റ, ഉണക്കമുന്തിരി. സത്യം പറയടാ, ഇത് നിന്റെ വായാണോ അതോ വല്ല ബേക്കറിയുടെ ബോർമയാണോ? എനിക്കറിയത്തില്ല. തല കറങ്ങുന്നോ? ഓ അയ്യോ, അത് പറഞ്ഞപ്പോഴേ ഓർത്തത്. അപ്പാ കഞ്ഞി. നിന്റെ അമ്മ അങ്ങനെ ഇങ്ങനെ ആയിരുന്നു വിളിക്കുന്നത്. ഇപ്പൊ നീയും അത് കേട്ട് വിളിക്കാൻ തുടങ്ങിയോ? അയ്യോ അതല്ല, അപ്പാ കഞ്ഞി എന്ന് പറഞ്ഞതാ. കഞ്ഞി. എന്തുവാ അത്? എന്തു അത്? കഞ്ഞി. അപ്പൊ നീ എന്റെ അപ്പൻ എല്ലാ ദിവസവും കഞ്ഞിയാണോ കൊടുക്കുന്നത്? അല്ല, ഇന്നലെ ഞാൻ ഈ പുള്ളിക്ക് അൽഫാം വാങ്ങിച്ചു കൊടുത്തതാ. ഇറച്ചി അവരിൽ നിന്ന് കുപ്പൂസ് എനിക്കുണ്ടോ? അപ്പാ കള്ളത്തരം പറയരുത്. പിന്നെ അതിന്റെ അകത്ത് വെള്ളരിക്കാൻ നിങ്ങൾ തന്നില്ലേ? അയ്യോ, വെള്ളരിക്കാൻ കിട്ടിയടാ മോനെ. എനിക്ക് വെള്ളരിക്കാൻ തിന്ന കണ്ടോ, കാൽസ്യം പുള്ളി എടുത്തിട്ട് പ്രോട്ടീൻ മാത്രമേ ഞാൻ തിന്നുള്ളൂ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യ്, അപ്പം കഞ്ചാവടി. കഞ്ചാവ് വാങ്ങിക്കൊണ്ടോ? അയ്യോ, അപ്പം കഞ്ഞിയടി. അതാ പറഞ്ഞത്. കഞ്ഞി എങ്കിൽ കഞ്ഞി. ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. പുൽമേട്ടിലോ പൂങ്കാട്ടിലോ
പുൽമേട്ടിലോ പൂങ്കാട്ടിലോ എങ്ങു പിറന്നു പണ്ടിളം മൂളം കൂട്ടി. കണ്ടോടാ നമ്മളപ്പന് നമ്മളോടുള്ള സ്നേഹം. വേഗം കൊണ്ടൊന്നും അല്ലടാ. പിന്നെ എങ്ങാണോ അതിനകത്ത് വിഷം കലക്കിയിട്ടുണ്ടോന്ന് ആർക്കറിയാം. ആ പിന്നെ 10 മിനിറ്റ് കഴിയട്ടെ, റിസൾട്ട് വന്നിട്ടാ ഞാൻ കുടിക്കുന്നു. അപ്പൊ അപ്പൻ എന്ത് വർത്താനപ്പ പറയുന്നത്? അപ്പന്റെ മക്കൾ അപ്പന് വിഷം കലക്കി തരുമെന്ന് അപ്പന് തോന്നുന്നുണ്ടോ? പിന്നെ നീയൊക്കെ ചിലപ്പോ തന്നിരിക്കും. ബൈ ദ ബൈ, എനിക്ക് UK പോകാൻ ടിക്കറ്റ് റെഡിയാക്കണം. അതുകൊണ്ട് സ്വത്തിന്റെ കാര്യങ്ങൾ ഞാൻ ഒന്ന് പടപടാ ഫാസ്റ്റ് ആക്കിയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അച്ഛാ, അവൻ പറഞ്ഞ പോലെ എനിക്കും പറയാനുള്ളത്, എനിക്ക് മണിമല എന്റെ കൃഷിയുടെ കാര്യം നോക്കാൻ ഉള്ളതാണ്. അതുകൊണ്ട് സ്വത്തിന്റെ കാര്യം അപ്പം പെട്ടെന്ന് സ്പീഡാക്കണം. എടാ, ഭാര്യയുടെ അരിപ്പാവട കഴിയാൻ പോകുന്ന എന്നാ കൃഷിയടാ? നീ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞു? ഞാൻ എന്റെ അപ്പന്റെ സ്വത്തിനെ നീ എന്റെ ഭാര്യയുടെ നീ ആരാടാ പറയുന്നത്? അടുത്തത്. എടാ, അപ്പനോട് സ്നേഹമുള്ള മക്കൾക്കാടാ ഈ സ്വത്ത് കൊടുക്കുന്നത്, അറിയാമോ നിങ്ങൾക്ക്? ഓഹോ, അങ്ങനെയായിരുന്നു അല്ലേ? 1 മിനിറ്റ്. അത് മാത്രം എനിക്ക് പറഞ്ഞു. എന്നാടാ ശവപ്പെട്ടിക്ക് ഇളവ് കൊടുക്കുവന്നോ ഇപ്പോഴേ? അല്ല അപ്പാ, ഒരു മകൻ അപ്പനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നതാ. അളവെടുത്താണോ സ്നേഹിക്കുന്നത്? അല്ല അപ്പാ, അപ്പന്റെ കാലശേഷവും അപ്പന്റെ രൂപം എനിക്ക് കാണണം. അതുകൊണ്ട് അപ്പന്റെ ഷേപ്പിലുള്ള ഒരു മെഴുകു പ്രതിമ എന്റെ വീട്ടിൽ പണിത് വെക്കണം. അതിന് വേണ്ടിട്ടാ. എന്റെയോ? അതെ. അവൻ അപ്പനെ എന്തുണ്ടാക്കി തരുമെന്നാ പറഞ്ഞു? എന്റെ ഒരു മെഴുകുപ്രതിമ ഉണ്ടാക്കുന്നു, അറിയാം? ഒരു മെഴുകു പ്രതിമ. അച്ഛാ, അച്ഛന്റെ മോൻ ഒരൊറ്റ മെഴുകു പ്രതിമയല്ല ഉണ്ടാക്കി തരുന്നത്. അച്ഛന്റെ പ്രതിമയുടെ കൂടെ അപ്പുറത്തെ എന്റെ അമ്മയുടെ പ്രതിമ കൂടെ ഞാൻ ഉണ്ടാക്കി വെക്കും. അയ്യോ, അത് വേണ്ടടാ മോനെ. അതിനച്ചാ അവളെ ജീവിച്ചിരിക്കുമ്പോ തന്നെ അവിടെ മുന്നേ ഞാൻ ഒരു പ്രതിമയായിരുന്നു. ഇനി ഈ സത്ത് കഴിയുമ്പോ അതോടെ സഹിക്കാൻ പറ്റത്തില്ല. ഇനി നീ അഥവാ മെഴുകു പ്രതിമ എന്റെ അടുത്ത് കൊണ്ടുവച്ചാല് അവിടെ ഒറ്റ നോട്ടത്തിൽ തന്നെ ഞാൻ ഉരുകി അങ്ങ് പോകണം. ഒരു കാര്യം ഞാൻ അപ്പനോട് ഇപ്പഴേ പറഞ്ഞേക്കാം. അപ്പ അപ്പന്റെ ഈ താടിയും മുടിയും നാളെ തന്നെ വടിച്ച് വിടുക്കനായിട്ട് നടന്നോണം കേട്ടാ. അതാടാ എന്റെ മോന്റെ സ്നേഹം. ഞാൻ താടിയും മുടിയൊക്കെ അളച്ച് വൃത്തിയായിട്ട് നടക്കണമെന്ന്, അറിയാവോ? സ്നേഹം കൊണ്ടൊന്നുമല്ല. ഈ കോലം കണ്ടിട്ട് നാട്ടുകാർ നാളെ പറയും അപ്പനാ ബൈബിൾ നാടകത്തിന് വിട്ടിട്ട് മക്കള് ജീവിക്കുവാന്ന്. അത് പറയും. അത് മാത്രമല്ല, എടാ നിനക്കറിയാവോ, അപ്പനുമായിട്ട് ഞാൻ ഒരു ഫോട്ടോ ഫേസ്ബുക്കിൽ ഇട്ട് അതിന്റെ താരം ഒരുത്തം വന്ന് കമന്റ് ഇടുവാ, KG മാർക്കോസ് എന്ന്. അങ്ങനെ നിങ്ങൾക്കൊക്കെ ഇപ്പൊ അപ്പം KG മാർക്കോസും ബൈബിൾ നാടകക്കാരും ഒക്കെയാ. എടാ നിങ്ങൾക്കറിയാമോ, അടുത്ത മാസം എന്റെ ഷഷ്ടി പൂർത്തി, അറിയാമോ? അപ്പന 60 വയസ്സായില്ലേ? കണ്ടാ തോന്നത്തില്ല കേട്ടോ. അയ്യോ, എന്നാലും അപ്പനെ കണ്ട എത്ര വയസ്സ് തോന്നിക്കൂടാ? ഒരു 80-85. നിന്റെ അണ്ടർവെയറിന്റെ സൈസല്ലേ ഞാൻ ചോദിച്ചത്, എന്റെ വയസ്സായി ചോദിച്ചത്. അങ്ങനെങ്കി അപ്പന് സന്തോഷമുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞോ. അപ്പന്റെ ഈ 60ാമത്തെ വയസ്സിലെ പിറന്നാള് അപ്പന്റെ ഈ മകൻ നല്ല സൂപ്പറായിട്ട് ആഘോഷിക്കും. എന്റെ കാശ് കൊണ്ടാന്നോടാ? അല്ല, എന്റെ എന്നാ പിന്നെ സമാധാനം. അപ്പ നമ്മുടെ മുറ്റത്ത് ഞാനൊരു മുട്ടക്കാട്ടം പന്തലും കൊണ്ട് പടം. എന്നിട്ട് നാട്ടുകാരെല്ലാം വിളിച്ചു വരുത്തിയിട്ട് അപ്പനെ ഞാനൊരു തേരിലിരുത്തും. ഉറുമ്പരിക്കത്തില്ലയോടാ? തേനിലിരുത്തു നല്ല തേരിലിരുത്തു. എന്നിട്ട് ഈ തേരിൽ അപ്പന്റെ നാട്ടുകാരുടെ ഫ്രണ്ട് കൂടെ കൊണ്ടുപോയി ചെണ്ടയും വാദ്യങ്ങളും എല്ലാമായിട്ട് കൊട്ടും ബഹളമായിട്ട് ഞാൻ എന്റെ ഫ്രണ്ട് ടിങ്കിടിക്ക ഡാൻസ് കളിക്കും. ചുരുക്കം പറഞ്ഞാൽ തമിഴ്നാട്ടിലെ ശവം. അല്ല പിന്നെ ഈ കോപ്രായത്തിന് കാരണം. അപ്പൊ അവനോട് പോകാൻ പറ. അപ്പന്റെ പിറന്നാള് ഞാൻ നല്ല അടിപൊളിയായിട്ട് നടന്നപ്പാ. അങ്ങനെ എങ്ങനെയാണോ? ആദ്യം ഭാഗം പപ്പ് കിടക്കും, എന്നിട്ട് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ ആദ്യം ഭാഗം കൊടുക്കല്ലേ? എന്നാ അപ്പൊ അതൊക്കെ നടത്തേക്കാം അല്ലേ? എനിക്ക് ഇട കിട്ടാൻ പണിമില്ല. ഇവിടുന്ന് ഇത്രയും ഭാഗം നിനക്ക്, ഇത്രയും ഭാഗം നിനക്ക്. കഞ്ഞിയും വയറും പാകം വെക്കുന്ന കാര്യമല്ല. അല്ല, സ്വത്ത് ഭാഗം വെക്കുന്ന സ്വത്ത് ഭാഗം വെക്കുന്ന കാര്യം. മോനെ സാബുവേ, എന്തോ നീ കല്യാണം കഴിഞ്ഞ് നിന്റെ പെണ്ണുമ്പിള്ളയുടെ കൂടെ അങ്ങ് UK പോയി. പോയോ? പോയല്ലോ. നീ അന്ന് കൃഷിയും കാര്യങ്ങളും ഒന്ന് പറഞ്ഞ് മണിമലയ്ക്ക് പോയി. പോയോ? പോയി. എടാ, നീയൊക്കെ പോയി കഴിഞ്ഞ് ഈ അപ്പൻ ഒരുത്തൻ ഇവിടെ ഉണ്ടായിരുന്നു. ഈ അപ്പൻ കഴിച്ചോ കുടിച്ചോ എങ്ങനാ ജീവിക്കുന്നതെന്നൊക്കെ നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചായിരുന്നോടാ? ഇല്ല. പിന്നെ ഇവന്മാർ ആണ്ടിനും സംക്രാന്തിയൊക്കെ ഒക്കെ ഇങ്ങോട്ട് വരും. വന്നിട്ട് അപ്പന്റെ കൂടെ ഒരു ഫോട്ടോ അങ്ങ് എടുക്കും. എന്തിനാണെന്നറിയാമോ? ഇവന്മാർക്ക് സ്റ്റാറ്റസ് ഇടാൻ ഹാപ്പി ഫാദേഴ്സ് ഡേ എന്നും പറഞ്ഞു. ഇപ്പൊ ഞാൻ വിളിച്ചു വരുത്തി സ്വത്തിന്റെ കാര്യം പറഞ്ഞപ്പോ UK മൂക്കന്നൊക്കെ പറഞ്ഞെത്തി. എന്തായാലും എന്റെ മക്കളൊക്കെ വന്ന സ്ഥിതിക്ക് നമുക്കൊരു ഫോട്ടോ എടുത്തിട്ട് അങ്ങ് പിരിയാം. അല്ല, അപ്പൊ സ്വത്തൊക്കെ നിന്റെ മനസ്സിൽ വെച്ചാ മതി. അപ്പൊ ഞങ്ങളുടെ പേരിലൊന്നും എഴുതിട്ടില്ലേ? നിങ്ങളുടെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്തുവാ? നല്ല ഉഗ്രനൊരു കഥ എഴുതി വെച്ചിട്ടുണ്ട്. അതെയോ? മക്കളെ കണ്ടും മാമ്പു കണ്ടും മോഹിക്കരുത്. അനുഭവം കൊണ്ടാടാ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.